കോഴിക്കോട് ബാലുശ്ശേരി കോട്ട ക്ഷേത്രത്തിലെ സ്വർണം നഷ്ടപ്പെട്ടതിൽ ബി.ജെ.പി. പ്രതിഷേധം. എക്സിക്യൂട്ടീവ് ഓഫീസറെ പ്രവർത്തകർ ഉപരോധിക്കുകയാണ്. റൂറൽ ജില്ലാ പ്രസിഡന്റ് ദേവദാസിന്റെ നേതൃത്വത്തിലാണ് ഉപരോധം. സ്വർണം തിരികെ നൽകാൻ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ ടി വിനോദ് ഉടൻ ക്ഷേത്രത്തിലേക്ക് എത്തും. സാനിയോ മനോ വിവരങ്ങളുമായി. സാനിയോ, ഇപ്പോൾ ക്ഷേത്രത്തിൽ നിന്ന് സ്വർണം പോയി ആദ്യം പകുതി കൊടുത്ത് പരിഹരിക്കാനുള്ള ശ്രമമാണ് നേരത്തെ എക്സിക്യൂട്ടീവ് ഓഫീസർ നടത്തിയപ്പോൾ ബാക്കി സ്വർണം കൂടി നൽകാൻ വരികയാണ്. അങ്ങനെയാണ് സ്വർണം എടുത്തുകൊണ്ടുപോയി പിന്നീട് തിരിച്ചു കൊണ്ടുവയ്ക്കുകയൊക്കെ ചെയ്യുന്നത്. അതായത് സ്മൃതി 11 മണിക്കാണ് ക്ഷേത്രത്തിലെ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസറായ ടി വിനോദൻ എത്തുമെന്ന് പറഞ്ഞിരുന്നത്. ബാക്കി സ്വർണം കൊണ്ടുവയ്ക്കും എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം. പക്ഷേ 11 മണി കഴിഞ്ഞിട്ടും അയാൾ വന്നില്ല. അതുകൊണ്ട് തന്നെ 1 മണിക്കൂർ സമയം കൂടി നിലവിലെ എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള ദിനേശൻ അനുവദിച്ചിരിക്കുന്നു. അതിനെതിരെയാണ് ഇപ്പോൾ ബി.ജെ.പി. പ്രതിഷേധം എന്ന് പറയുന്നത്. അതായത് 11 മണി കഴിഞ്ഞിട്ട് വരാത്ത ഒരാളെ 12 മണി വരെ കാത്തിരിക്കുന്നത് കള്ളനെ ഒത്താശ ചെയ്യുന്ന നടപടിയാണെന്നാണ് ബി.ജെ.പിയുടെ ഒരു ആരോപണം എന്ന് പറയുന്നത്. ഏതായാലും ഇന്ന് അദ്ദേഹം വരാനുള്ള സാധ്യത കാണുന്നില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ഫോൺ അടക്കം സ്വിച്ച് ഓഫ് ആണ്. ബന്ധപ്പെട്ടിട്ടും യാതൊരു വിവരവും ഇല്ലാത്ത അവസ്ഥയിലാണുള്ളത്. ദേവസ്വം ബോർഡിൻ്റെ ഓഫീസർമാർ, അതായത് ഈ സ്വർണം എത്രയുണ്ട് എന്ന് എണ്ണി തിട്ടപ്പെടുത്തുന്ന ഓഫീസർമാർ ഇവിടെ എത്തി ആ പ്രവൃത്തികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് വന്നില്ലെങ്കിൽ എന്ന് വരുമെന്നോ അല്ലെങ്കിൽ ഇന്ന് വന്നില്ലെങ്കിൽ ക്ഷേത്രം എന്ത് നടപടിയായിരിക്കും പിന്നീട് സ്വീകരിക്കുക എന്നോ ആണ് ഇനി അറിയേണ്ടത്. ഇപ്പോൾ ബി.ജെ.പി. പ്രവർത്തകരുടെ നിർദ്ദേശപ്രകാരം ക്ഷേത്രത്തിൻ്റെ നിലവിലെ എക്സിക്യൂട്ടീവ് ഓഫീസർ ദിനേശൻ പരാതി എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അതായത് പരാതി എഴുതി കൊടുത്തിട്ട് മാത്രമേ തങ്ങൾ തിരിച്ചു പോവുകയുള്ളൂ എന്നാണ് ബി.ജെ.പിയുടെ ഇപ്പോഴത്തെ ആവശ്യം. അദ്ദേഹം പരാതി എഴുതി കൊണ്ടിരിക്കുന്നു. 12 മണിക്ക് തന്നെ ഇത് ബാലുശ്ശേരി പോലീസ് സ്റ്റേഷനിൽ എത്തിക്കണം എന്നാണ് ബി.ജെ.പി. ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതനുസരിച്ചാണ് ഇപ്പോൾ കാര്യങ്ങൾ നടക്കുന്നത്. സ്മൃതി, ആ പ്രതിഷേധം അവിടെ തുടരുകയാണ്. എന്താണ് ബി.ജെ.പി. പ്രവർത്തകർ പറയുന്നത്? സാനിയോ, ബി.ജെ.പി. പ്രവർത്തകരുടെ പ്രധാനപ്പെട്ട ആവശ്യമെന്ന് പറയുന്നത് ഇത് ഒരു ടി വിനോദൻ എന്ന് പറയുന്ന ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ മാത്രമല്ല ഇതിലെ പ്രതികൾ. ഇതിൽ കൂടുതൽ പ്രതികൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കൃത്യമായ അന്വേഷണം നടത്തണം. മാത്രവുമല്ല ഇദ്ദേഹം കള്ളനാണ് അല്ലെങ്കിൽ ഇദ്ദേഹം സാധനങ്ങൾ എടുത്തു എന്ന് അറിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് സാധനങ്ങൾ തിരിച്ചെത്തിക്കാനായി കാത്തിരിക്കുന്നത്? അങ്ങനെ കാത്തിരിക്കേണ്ട ആവശ്യം എന്താണ്? കൃത്യമായി പോലീസിൽ പരാതി നൽകുകയല്ലേ വേണ്ടത് എന്ന ചോദ്യമാണ് ബി.ജെ.പി. ഉന്നയിക്കുന്നത്. ആ ചോദ്യം ഉന്നയിച്ചുകൊണ്ടാണ് ബി.ജെ.പി. ഇപ്പോൾ ക്ഷേത്രത്തിലെ നിലവിലെ എക്സിക്യൂട്ടീവ് ഓഫീസറായിരിക്കുന്ന ദിനേശനെ ഉപരോധിച്ചുകൊണ്ടിരിക്കുന്നത്. ഉപരോധം നിലവിലെ കോഴിക്കോട് റൂറൽ ജില്ലാ പ്രസിഡന്റിൻ്റെ നേതൃത്വത്തിലാണ് നടക്കുന്നത്. ഏതായാലും ഈ പരാതി എഴുതി കൊടുത്ത് അതിനുശേഷം പോലീസിൽ ഈ പരാതി എത്തിച്ചാൽ മാത്രമേ ഉപരോധം അവസാനിപ്പിക്കൂ എന്നാണ് ഇപ്പോൾ ബി.ജെ.പി. പ്രവർത്തകർ പറയുന്നത്. ശരി, പ്രതിഷേധം തുടരുന്നു. ഇപ്പോൾ ശബരിമലയ്ക്ക് പിന്നാലെ ബാലുശ്ശേരിയിലും കോട്ട ക്ഷേത്രവുമായി ബന്ധപ്പെട്ടും സ്വർണം നഷ്ടപ്പെട്ടെന്ന പരാതിയായിരുന്നു. ബി.ജെ.പിയുടെ പ്രതിഷേധം നടക്കുന്ന സ്വർണം എക്സിക്യൂട്ടീവ് ഓഫീസർ തിരിച്ചു കൊണ്ടുവയ്ക്കുന്ന കാഴ്ച, ഒപ്പിട്ട് കൊടുക്കുന്ന കാഴ്ചയൊക്കെയാണ് ഇപ്പോൾ കാണുന്നത്.